മലയാള നോവൽ അതിൻ്റെ വസന്ത കാലത്ത് തന്നെയാണ് നിൽക്കുന്നത്. മുന്നേ അവതരിപ്പിച്ചിട്ടില്ലാത്ത വ്യത്യസ്തമായ പ്രമേയങ്ങൾ, വ്യത്യസ്തമായ ജീവിത പരിസരങ്ങൾ മലയാള നോവൽ വിഷയമാക്കിയിട്ടുണ്ട്. പാരിസ്ഥിതിക പ്രമേയങ്ങളും ദളിത് സ്ത്രീവാദ പ്രമേയങ്ങളും ദേശത്തെ എഴുതുന്നതാണ് എഴുത്ത് എന്നുള്ള നിലയിൽ ദേശ സംസ്കാരത്തെയും മലയാള നോവൽ ആഴത്തിലും പരപ്പിലും സമഗ്രതയോടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. മനുഷ്യാനുഭവങ്ങളെ, അതിൻ്റെ ഗതിവിഗതികളെ ഏറ്റവും സമഗ്രമായി ആവിഷ്കരിക്കാൻ പറ്റുന്ന സാഹിത്യ സംവർഗം നോവൽ തന്നെയാണെന്ന് മലയാളത്തിലെ പുതിയ കാല നോവലുകൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അടയാളം എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മളൊപ്പമുള്ള ഈ 3 എഴുത്തുകാരും. ശ്രീ സുഭാഷ് ചന്ദ്രൻ ആദ്യ നോവലിലൂടെ മനുഷ്യന് ഒരാമുഖം 2010 അത് അച്ചടിച്ചു വരുന്നത്. ആ നോവലും അതിനെ തുടർന്ന് അദ്ദേഹം 2019 സമുദ്രശില, ആ നോവൽ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 25 പതിപ്പുകളിലാണ് എത്തിയിട്ടുള്ളത്. ശ്രീമതി രാജലക്ഷ്മിയുടെ കല്യാണിയും ദാക്ഷായണിയും എന്ന പേരായ 2 സ്ത്രീകളുടെ കഥയാകട്ടെ 5 വർഷക്കാലത്തിനിടയിൽ മലയാളിയുടെ വായനാനുഭവത്തെ വ്യത്യസ്തമായ രീതിയിൽ ഭാഷയിൽ കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ വന്ന ഉള്ളിയൻ എന്ന് പറയുന്ന ശ്രീ സോമൻ കടലൂരിൻ്റെ നോവലാകട്ടെ 5 പതിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പതിപ്പുകളുടെ എണ്ണം പുസ്തകത്തിൻ്റെ നിലവാരത്തിൻ്റെ ഒരു മാനദണ്ഡം എന്നുള്ള നിലയിൽ അല്ല സൂചിപ്പിക്കുന്നത്. പക്ഷെ അത്ര കണ്ട് വായനക്കാരുള്ള എഴുത്തുകാരാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നോവൽ തൻ്റെ ഇടമെന്താണ്, തൻ്റെ എഴുത്ത് വഴി, നോവൽ എഴുത്ത് വഴി താൻ മലയാള നോവലിനെയും സമകാലിക നോവലിനെയും ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത് എന്നുള്ള നിലയിലുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് സ്വാഭാവികമായിട്ടും പ്രാഥമികമായിട്ട് നമുക്ക് ഇവരിൽ നിന്ന് വേണ്ടത്. കാരണം മനുഷ്യ ജീവിതത്തിൻ്റെ സമഗ്രതയെ, മനുഷ്യനെന്ന സത്തയെ അന്വേഷിച്ച് പോയ ഒരു എഴുത്തുകാരനാണ് ശ്രീ സുഭാഷ് ചന്ദ്രൻ. നമുക്ക് ഈ ചർച്ച അദ്ദേഹത്തിൽ നിന്ന് ആരംഭിക്കാം. നമസ്കാരം. ആദ്യം ബ്രഹ്മയുടെ ഈ സംരംഭത്തിനൊരു നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തട്ടെ. ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ എഴുത്തുകാരെ സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് നമുക്ക് പലപ്പോഴും പരിചിതരല്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. നോവൽ പ്രൈസ് കിട്ടുന്ന എഴുത്തുകാരെ പറ്റി നമുക്കറിയാം, അവർക്ക് സമ്മാനം കിട്ടുന്നതിന് മുമ്പേ അറിയാം. ഓസ്കർ കിട്ടുന്ന സിനിമാക്കാരെ അസമ്മാനിതരാകുന്നതിന് മുമ്പ് നമുക്ക് പരിചയമുണ്ട്. എങ്കിലും ജ്ഞാനപീഠം കിട്ടുന്ന കന്നഡ എഴുത്തുകാരനെ പറ്റിയോ ജ്ഞാനപീഠം കിട്ടുന്ന തെലുങ്ക് എഴുത്തുകാരനെ പറ്റിയോ പത്രത്തിൽ വാർത്ത വരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് നമ്മൾ ആദ്യമായിട്ട് പോലും കേൾക്കുന്നത് എന്നൊരു സത്യം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു സംരംഭം വഴി ഭാവി കാലത്ത്, ഇനിയുള്ള കാലത്ത് പരസ്പരമുള്ള ട്രാൻസ്ലേഷനുകളിലൂടെ നമുക്കൊരു പരസ്പര ആദരം, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ നമ്മൾ സഹോദരങ്ങൾക്ക് തമ്മിൽ ഉണ്ടാകാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യാശ ഈ നിമിഷത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നുണ്ട്. മലയാള നോവൽ ഒരുപക്ഷെ നമ്മൾ അഭിമാനിക്കുന്നത് പോലെയോ മറ്റൊരു ഭാഗത്ത് മേനി നടിക്കുന്നത് പോലെയോ ലോക സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട എല്ലാ തരം തരംഗങ്ങളെയും അതത് സമയങ്ങളിൽ തന്നെ സ്വാംശീകരിക്കുവാനും അതിൻ്റെ അനുരണന എന്ന മട്ടിൽ സ്വന്തം നിലയ്ക്ക് നമ്മുടെ ഭാഷയിൽ ഗംഭീരങ്ങളായ നോവലുകൾ സൃഷ്ടിക്കുവാനും ഒക്കെ പര്യാപ്തമായിരുന്നു നമുക്കറിയാം. ഐവാൻ ഹോയെ അനുകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൂടെങ്കിലും CV-യുടെ കൃതികളുണ്ടാകുന്നു, മാർത്താണ്ഡവർമ്മ ഉണ്ടാകുന്നു, തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഗംഭീരങ്ങളായ 2 നോവലുകൾ കൂടി ഉണ്ടാകുന്നു. തൻ്റെ ഭാര്യയ്ക്ക് ഇംഗ്ലീഷ് ഭാഷയിലുള്ള നോവലുകൾ വായിച്ച് ആസ്വദിക്കാൻ മറ്റ്
തൻ്റെ ഭാഷയിലും ഒരു പുസ്തകം ഉണ്ടാവണമെന്നുള്ള ആഗ്രഹപ്രകാരം ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതുന്നു. അതിനെ തുടർന്ന് ഇങ്ങോട്ട് എല്ലാ കാലത്തും ബംഗാളിൽ നിന്നും ഹിന്ദിയിൽ നിന്നും കന്നഡയിൽ നിന്നുമൊക്കെയുള്ള ഗംഭീരങ്ങളായിട്ടുള്ള വിവർത്തനങ്ങൾ അതാത് കാലത്ത് നമ്മുടെ കാലുതൊട്ട് വന്ദിക്കേണ്ടുന്ന ആദ്യകാല വിവർത്തകരിൽ നിന്ന് നമുക്ക് ലഭിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് പരിജ്ഞാനമില്ലാത്ത മലയാളിക്ക് പോലും ലോക സാഹിത്യത്തെപ്പറ്റിയും സമകാലികമായിട്ടുള്ള ഇന്ത്യൻ ഭാഷകളിലെ ഇതര ഭാഷകളിലെ നോവലുകളെ പറ്റിയുള്ള സാമാന്യ ജ്ഞാനം ഉണ്ടായിരുന്നു. നോവൽ എന്നത് ഒരു ബൃഹത് കഥയാണ്, അല്ലെങ്കിൽ ഒരു ബൃഹത് കഥ മാത്രമാണ് എന്നുള്ള പ്രാഥമിക ധാരണ ഉടനീളം നിലനിന്നു എന്ന് നമ്മുടെ നോവലിൻ്റെ ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. ദീർഘമായൊരു കഥയാണ് നോവൽ, അല്ലെങ്കിൽ ഒരുപാട് അധ്യായങ്ങളുള്ള, ഒരുപാട് കഥാപാത്രങ്ങളുള്ള, ഒരുപാട് കാലത്തെ പ്രതിപാദിക്കുന്ന ഒന്നാണ് നോവൽ എന്നുള്ള പ്രാഥമിക ധാരണ മാത്രമാണ്. പക്ഷെ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള മലയാളം നോവലുകൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആദ്യമായിട്ടും അവസാനമായിട്ടും നോവൽ ഒരു കലാരൂപമാണ് എന്നുള്ള പ്രാഥമിക ധാരണയില്ലാത്ത എഴുത്തുകാർ പോലും ധാരാളമായിട്ട് നോവലുകൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒരു കാലത്ത് പൈങ്കിളി എന്ന് വിളിച്ചിരുന്ന നോവലുകൾ, പൈങ്കിളി നോവലുകളുടെ പ്രഭാവകാലത്തിന് ശേഷം ഇപ്പോൾ ആധുനിക കാലത്ത് നമ്മുടെ മലയാളം പൂർവികരായിട്ടുള്ള ഗംഭീരന്മാരെ പരിചയമില്ലാത്തവർ പോലും എഴുതി നിറയ്ക്കുന്ന തുടർച്ചയായിട്ട് എഴുതുന്ന പുതിയ കാല നോവലുകളെല്ലാം നോവൽ പേജുകളുടെ കലയാണ് എന്നുള്ള പ്രാഥമിക ധാരണയെ മുൻനിർത്തിയാണ് എന്ന് ഒരു പത്രാധിപരുടെ ജോലി ചെയ്യുന്ന എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. പഴയകാലത്ത് നാടകാന്തം, കവിത്വം എന്നൊക്കെ പറയുന്ന അതിൻ്റെ ധാരയുടെ തുടർച്ചയായിട്ടാണ് നോവൽ വന്നതെന്ന് നമുക്ക് കാണാം ലോകത്തെല്ലായിടത്തും തന്നെ. അത് നാടകാന്തം, കവിത്വം എന്നുള്ള വാചകത്തിനർത്ഥം നാടകത്തിൻ്റെ അവസാനം കവിത്വം എന്നല്ല, ഒരു വലിയ കവിക്ക് മാത്രമേ ഒരു നാടകം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥത്തിലാണ് ആ വാചകത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വ്യാഖ്യാനം. അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വികാരങ്ങൾ എടുത്ത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മഹാനായ ഒരു കവി ഹൃദയത്തിന് മാത്രമേ ഒരുപാട് കഥാപാത്രങ്ങളെ, ജീവിത സന്ദർഭങ്ങളെ ആവിഷ്കരിക്കുന്ന ഒരു നാടകം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. നാടകത്തിൻ്റെ കാലം മാറുകയും ഇപ്പോഴും നല്ല നാടകങ്ങളും നല്ല രംഗാവിഷ്കാരങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും പൊതുജന മനസ്സിൽ നിന്ന് നാടകത്തിൻ്റെ സ്ഥാനം സിനിമ ഏറ്റെടുക്കുകയും അതിന് പകരം സാഹിത്യത്തിൽ നോവൽ എന്നുള്ള സാഹിത്യ രൂപം ചിരപ്രതിഷ്ഠിതമാവുകയും ചെയ്ത സന്ദർഭത്തിൽ നമ്മൾ ഈ പ്രാഥമിക ധാരണയിൽ നിന്ന് മാറിപ്പോവുകയുണ്ടായിട്ട്, അതായത് അതിഗംഭീരമായിട്ടുള്ള ഒരു കവി ഹൃദയത്തിന് മാത്രമേ ഒരു ഗംഭീര നോവൽ സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ. നാടകത്തെ നമ്മൾ ആദേശം ചെയ്ത് നോവൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ, നോവലാന്തം, കവിത്വം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഗംഭീരനായ ഒരു കവിയാണ് യഥാർത്ഥത്തിൽ വലിയ നോവൽ എഴുതേണ്ടത് എന്ന ഒരു ചിന്തയുള്ള ആളാണ് ഞാൻ. നമ്മുടെ സമകാലികരായിട്ടുള്ള ഒരുപാട് കവികളായി പ്രതിഷ്ഠിതരായതിനു ശേഷം നോവലിലേക്ക് വന്നപ്പോൾ ഞാൻ സന്തോഷിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം ഇതായിരുന്നു. കാരണം ഒരുപാട് ടി.പി. രാജീവൻ, റഫീഖ് അഹമ്മദ്, മനോജ് കുറൂർ തുടങ്ങിയ നമ്മുടെ പ്രധാനപ്പെട്ട കവികൾ അവർക്ക് നോവലിൽ ഒരു കാര്യം ആവിഷ്കരിക്കാനുണ്ട് എന്ന മട്ടിൽ വന്നപ്പോൾ ഒരു സന്തോഷം ഉണ്ടായത് ശരിക്കും നോവൽ അതിൻ്റെ പ്രാഥമിക ധർമ്മം നിറവേറ്റുന്നു എന്നുള്ളതിലായിരുന്നു. എന്നാൽ പലപ്പോഴും ഒരു ഇതിവൃത്തം കിട്ടുകയും വിക്കിപീഡിയ തുടങ്ങിയ അല്ലെങ്കിൽ തങ്ങളുടെ കൈവശമുള്ള റെഫറൻസുകൾ ഉപയോഗിച്ചുകൊണ്ട്, ബാക്ക് ഫയൽസുകൾ ഉപയോഗിച്ചുകൊണ്ട് AI വരുന്നതിനും എത്രയോ മുമ്പ് നമ്മുടെ നാട്ടിൽ ലോകത്തെല്ലായിടത്തും ഈ ഇൻഫർമേഷൻസിനെ, നേരത്തെയുള്ള ഇൻഫർമേഷൻസിനെ, വിവരങ്ങളെ മറ്റൊരു രീതിയിൽ പകർത്തി വച്ചാൽ നോവലാകും എന്നുള്ള കാര്യം കൊണ്ട് ചെറുകഥയിൽ പോലും, കവിത എന്ന് ഞാൻ പറഞ്ഞില്ല, ചെറുകഥയിൽ പോലും ശില്പവൈഭവം നിറഞ്ഞ, കലാത്മകത തികഞ്ഞ ആവിഷ്കാരങ്ങൾ സാധിക്കാത്തവർ പോലും നോവലിൽ വിജയിക്കുന്നതായിട്ടുള്ള വലിയ അത്ഭുതം മലയാളത്തിൽ അരങ്ങേറി. ഒരുപക്ഷെ മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ഇതിന് സമാന്തരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ അമീഷ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ നോവലുകൾ ബെസ്റ്റ് സെല്ലറുകളാണ്, നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ. അല്ലെങ്കിൽ അതുപോലെ ഇംഗ്ലീഷിൽ എത്രയോ അധികം എഴുത്തുകാരെ നമുക്കറിയാം. അവരെല്ലാവരും പേജുകളുടെ കല, ഒരു കഥ ഒരുപാട് പേജുകളിൽ ആവിഷ്കരിക്കുന്നു, അക്ഷരത്തെറ്റില്ലാതെയും വ്യാകരണ തെറ്റില്ലാതെയും എഴുതുന്നു,
നല്ല രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നു, പുസ്തകമാക്കുന്നു, നല്ലൊരു പേരിടുന്നു, നോവലാകുന്നു എന്നുള്ള പ്രാഥമിക സങ്കല്പത്തിൽ തന്നെയാണ് ഊന്നുന്നത്. എന്നാൽ എൻ്റെ ഒരു രീതി, എൻ്റെ മനസ്സ് കുട്ടിക്കാലം മുതലേ എഴുത്തിനോടുള്ള അമിതമായ എന്ന് തന്നെ പറയാം, അദമ്യമായ എന്ന് വേണമെങ്കിൽ വിടർത്തി പറയാം, ഒരു കൊതി കൊണ്ടും എഴുത്തുകാരനാകണം എന്നുള്ളതിലുപരി ഒരു കലാകാരനാകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അതിനെ മറ്റൊരു രീതിയിൽ സമീപിച്ചതിൻ്റെ ചില പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അതായത് 52 വയസ്സായിട്ടും ഞാൻ 28 ചെറുകഥകൾ എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ വിശ്വസിക്കുകയില്ല. 28 ചെറുകഥകൾ ഒരു 53 വയസ്സുകാരൻ്റെ പ്രായത്തിൽ വളരെ കുറച്ച എണ്ണമാണ്. അത് അധാർമികം പോലുമാണ്. പക്ഷെ അത്രയും പാടില്ല അതൊരു. അതുപോലെ ആദ്യ നോവൽ വിജയിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ഈ എണ്ണത്തിൻ്റെ കണക്ക്, എഡിഷൻ്റെ കണക്ക്, വിറ്റുവരവിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വിജയിച്ചു എന്ന് പറയാവുന്ന ഒരു നോവലിസ്റ്റ്, ഉദാഹരണം മനുഷ്യനാമുഖം 1,00,000-ലധികം കോപ്പികൾ വിറ്റ പുസ്തകമാണ്. അതിന് 10-25 പതിപ്പുകൾ അതിനും ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത നോവൽ എഴുതാൻ എനിക്ക് 10 വർഷം വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഈ സ്വീകാര്യത മാത്രമല്ല ഒരാളെ എഴുത്തിലേക്ക് പിടിച്ചു വലിക്കുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എനിക്ക് തന്നെ പറയാവുന്ന ഒരു നിദർശനമോ ദൃഷ്ടാന്തമായിട്ട് എനിക്ക് അവതരിപ്പിക്കാൻ പറ്റും. പക്ഷേ അത് എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ ആവുന്നില്ല. ഉദാഹരണത്തിന് ദസ്തേവ്സ്കി എന്ന് പറയുന്ന അതിഗംഭീരനായിട്ടുള്ള എഴുത്തുകാരൻ തൻ്റെ പ്രസാധകൻ്റെ നിർബന്ധം മൂലമാണ് ചൂതാട്ടത്തിൻ്റെയൊക്കെ സമയത്ത് പോലും ഇരുന്ന് തൻ്റെ പ്രകൃഷ്ടങ്ങളായിട്ടുള്ള അതിഗംഭീരങ്ങളായിട്ടുള്ള നോവലുകൾ എഴുതിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അതൊരു മാനദണ്ഡമായിട്ട് എടുക്കാൻ സാധിക്കില്ലെങ്കിലും ദസ്തേവ്സ്കിയിൽ നിന്നാകുമ്പോൾ എന്തും കൂട്ടുക പോലും സംഗീതമാകുന്ന ഒന്നാകും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷെ അത്രയും വൈഭവം ഇല്ലാത്ത, അത്രയും പ്രതിഭാശാലിത ഇല്ലാത്ത, അത്രയും ആന്തരിക സംഘർഷങ്ങളില്ലാത്ത, അത്രയും ലാവ പോലെ തിളയ്ക്കുന്ന ഒരു അന്തർമണ്ഡലമില്ലാത്ത എഴുത്തുകാർ എഴുത്തിലേക്ക് വന്ന് നോവലിനെ ഒരു വിഷയമായിട്ട്, ഇപ്പോൾ ചർച്ച നോവലിനെ കുറിച്ചായതുകൊണ്ട് ഞാൻ അതിൽ ഊന്നുകയാണ്. നോവലിനെ തൻ്റെ രചനാമണ്ഡലമായിട്ട്, തൻ്റെ വൈഭവത്തിൻ്റെ രംഗ കേന്ദ്രമായിട്ട്, അരങ്ങായിട്ട് സ്വീകരിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം എന്നെ അന്തർഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നോവൽ ആദ്യമായിട്ടും അവസാനമായിട്ടും കലയാണ് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നോവലുകൾ ധാരാളമായിട്ട് ഡെസ്കിലിരുന്ന് വായിക്കേണ്ട ഒരാൾ, പിന്നെ അക്കാദമിയുടെയൊക്കെ ഈ ജഡ്ജിങ് പാനലിൽ പലപ്പോഴും ഇരിക്കേണ്ടി വരുന്ന ഒരാളെന്നുള്ള എനിക്ക് മുന്നിൽ വരുന്ന നോവലുകൾ കാണുമ്പോൾ അങ്ങനെ ഒരു ഖേദമുണ്ട്. പക്ഷേ ഒരു ആശ്വാസമുള്ളത് പുതിയ കാലത്തെ എഴുത്തുകാർ, ഇപ്പോൾ പഴയ കാലത്ത് വിവർത്തനങ്ങൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ച വിവർത്തനങ്ങളിലൂടെ മാത്രം നമ്മളിലേക്ക് വന്നുകൊണ്ടിരുന്ന അന്യദേശത്തെ, അന്യകാലത്തെ അല്ലെങ്കിൽ ഒരു പൂർവ്വകാലത്തെ, ഭൂതകാലത്തിലെ ജീവിതം, ദേശം, അതിൻ്റെ സങ്കീർണമായിട്ടുള്ള അവരുടെ ആന്തരിക ജീവിതങ്ങളെല്ലാം നമുക്ക് വിവർത്തനത്തിലൂടെ മാത്രം കിട്ടിയപ്പോൾ പുതിയ കാലത്തെ ഈ തുറന്നിടലുകൾ, പ്രത്യേകിച്ചും നവമാധ്യമങ്ങൾ വഴിയുള്ള തുറന്നിടലുകൾ വഴി മറ്റ് ദേശങ്ങളിലെ ജീവിതങ്ങൾ ആലേഖനം ചെയ്യാൻ കേരളത്തിൽ എഴുതുകൊണ്ട് തന്നെ നമ്മുടെ എഴുത്തുകാർക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഭൂതകാലത്തിലേക്കായാലും ചരിത്രത്തിലേക്കായാലും മിത്തിലേക്കായാലും നടക്കുന്നു. ഉദാഹരണത്തിന് ആരാച്ചാർ പോലുള്ള നോവല് KR മീര എഴുതുന്നു. അവിടെ ജീവിച്ചതുപോലെ വളരെ കാലത്തെ ഒരു കഥാപാത്രത്തിനെ പിന്തുടർന്നുകൊണ്ട്, തലമുറകളെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മലയാളിയായ ഒരാൾ ഒരു ബംഗാളി സാഹചര്യത്തെ എഴുതുന്നു എന്നുള്ള വലിയ കാര്യമാണ്. അതുപോലെ ഹരിദാസ് സാവിത്രിയുടെ സിൻ എന്ന് പറയുന്ന പുതിയ നോവൽ, അത് തുർക്കി ആ ഭാഗത്തെ ജീവിതം അവർക്കവിടെ കുറച്ച് പരിചയമുണ്ടെങ്കിൽ പോലും അത്ഭുതകരമാം വിധം അത് ആഖ്യാനം ചെയ്യുവാൻ നമ്മുടെ ഭാഷ വളർന്നിരിക്കുന്നു. EP ശ്രീകുമാറിൻ്റെ മാംസപ്പോര് എന്ന് പറയുന്ന നോവല് ജപ്പാനിൽ ഗോദയിൽ മല്ലയുദ്ധം നടത്തുന്ന ഈ സുമോ ഗുസ്തിക്കാരുടെ ജീവിതാവിഷ്കാരമാണ്. TD രാമകൃഷ്ണൻ്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികി എന്ന് പറയുന്ന പുസ്തകം ശ്രീലങ്കയിലെ ഒരു കഥാപാത്രത്തെ എടുത്ത് ശ്രീലങ്കൻ ജീവിതത്തെ ആവിഷ്കരിക്കുകയാണ്. ഇത് ഈ പുതിയ കാല നോവലിൻ്റെ വലിയ ശക്തിയായിട്ട് ഞാൻ കരുതുന്ന, ഒരു കാലത്ത് നമുക്ക് വിവർത്തനത്തിലൂടെ മാത്രം അറിഞ്ഞിരുന്ന അപരദേശങ്ങളുടെ, അപര ജീവിതങ്ങളുടെ ആ മഹിമാവിനെ സ്വന്തം ഭാഷയിൽ സ്വന്തം എഴുത്തുകാരിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന വലിയ കൃതികളിലൂടെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ രാജശ്രീയുടെ ഏറ്റവും പുതിയ നോവൽ ആത്രേയകം എന്ന് പറയുന്നത് നിരമിത്രൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അത് മഹാഭാരതത്തിൽ നിന്ന് അധികമൊന്നും ആരും ആവിഷ്കരിക്കാത്ത ഒരു കഥാപാത്രത്തെ എടുത്ത് ആവിഷ്കരിക്കുകയാണ്. പുതിയ കാലത്തിൻ്റെ ഈ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ശരികളുടെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഉഭയലിംഗിയായിട്ടുള്ള ഒരു കഥാപാത്രത്തെ സെൻറ്ററിൽ
കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു നോവലാണ്. അപ്പോൾ നമുക്ക് മിത്തുകളിലേക്ക് പോകാൻ സാധിക്കുന്നു, ചരിത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നു, ഇതര ദേശങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു. അതിന് നമ്മുടെ ഭാഷ വളർന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള മലയാളത്തിൻ്റെ ഗ്രാവിറ്റി, ഗുരുത്വം, ഭാഷാ ഗുരുത്വം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ഈ ശ്രമങ്ങൾക്കൊപ്പം ഇതിൻ്റെ കലയെക്കുറിച്ച് കൂടി ഒരു ധ്യാനം ഉണ്ടാവുന്ന ഒരു കാലം കൂടി വന്നു ചേരും എന്ന് ഞാൻ കരുതുന്നു. രണ്ട് കൈവഴികൾ, കലയുടെയും ആഖ്യാനത്തിൻ്റെയും, കേവല ആഖ്യാനത്തിൻ്റെയും ആർട്ടിൻ്റെതുമായിട്ടുള്ള രണ്ട് വ്യത്യസ്ത ധാരകളെ ഒന്നിച്ച് കൂട്ടിച്ചേർക്കുന്ന ഒരു പുതിയ കാലം വരുമെന്നും ഒരു 50 വർഷത്തിനുള്ളിൽ അത്തരത്തിൽ അതിഗംഭീരന്മാരായിട്ടുള്ള നമ്മുടെ പൂർവ്വകാലത്തിലെ എല്ലാ എഴുത്തുകാരെയും അതിവർത്തിക്കുവാൻ കഴിയുന്ന വലിയ എഴുത്തുകാർ വന്നു ചേരുമെന്നാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. ശ്രീ സുഭാഷ് ചന്ദ്രൻ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം ഈ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയിൽ മലയാളത്തിൽ വന്നിട്ടുള്ള നോവലുകൾ അത് പലതും എഴുത്തുകാരുടെ ആദ്യ കൃതികൾ പോലുമാണ്. ലബ്ധപ്രതിഷ്ഠരായ, നേരത്തെ അംഗീകാരം നേടിയ, പുരസ്കൃതരായ ധാരാളം പേർ ഇപ്പോഴും സജീവമായിട്ട് എഴുതുന്നുണ്ട്. ശ്രീ സേതു, ശ്രീമതി സാറാ ജോസഫ്, എൻ പ്രഭാകരൻ, നമ്മുടെ ഇവിടെ തന്നെ ഉള്ള ശ്രീ ജയമോഹൻ ഉൾപ്പെടെയുള്ളവരെല്ലാം നിരന്തരമായി എഴുതുന്നുണ്ട്. പക്ഷേ അത് ഇവർക്ക് ശേഷം വന്ന മലയാളത്തിലെ ഈ പുതിയ തലമുറയിലെ എഴുത്തുകാരിൽ നിന്ന് ധാരാളം നോവലുകൾ, ജ്ഞാനഭാരം എന്ന് പറയുന്ന നോവൽ ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെയാണ് സൂസന്നയുടെ ഗ്രന്ഥപുര, ദേവദാസിൻ്റെ ഏറ് എന്ന നോവൽ, ഇരു എന്ന ഷിൻലാലിൻ്റെ നോവൽ, അനിത ശ്രീജിത്തിൻ്റെ പെൺ സുന്നത്ത്, അധികമൊന്നും ചർച്ച ചെയ്യപ്പെടാത്തൊരു നോവലായിരുന്നു അത്. അത് വളരെ വേറിട്ടൊരു വിഷയമായിരുന്നു അത് കൈകാര്യം ചെയ്തിരുന്നത്. നേരത്തെ സൂചിപ്പിച്ച ഹരിത സാവിത്രിയുടെ സിൻ, പിന്നെ ഷമിന ഹിഷാമിൻ്റെ ഊത്, ഷീല ടോമിയുടെ വല്ലി, ആ നദിയോട് പേര് ചോദിക്കരുത് ഉൾപ്പെടെ, യമയുടെ പിപീലിക ഉൾപ്പെടെ നിരവധി നോവലുകൾ സമീപകാലത്ത് ശ്രീ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായി തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന വേറിട്ട പ്രമേയങ്ങളും വേറിട്ട ആഖ്യാനവും ഭാഷയും ആ രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റും, ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ശ്രീമതി രാജലക്ഷ്മിയുടെ നോവൽ നേരത്തെ സൂചിപ്പിച്ചു. അത് മലയാളത്തിൻ്റെ ഭാഷാഭേദങ്ങളെക്കുറിച്ചും ശ്രൈണസത്ത അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചും ഒരു പുതിയ ഭാഷയും വളരെ ധിക്കാരമുള്ള, കാതലുള്ള ധിക്കാരത്തോടു കൂടിയാണ് ശ്രീമതി രാജശ്രീ ഇത് അവതരിപ്പിക്കുന്നത്. പേര് വിട്ടുപോയതല്ല, പെട്ടെന്ന് ഇടയിൽ കയറി വന്നതാണ്, അത് ക്ഷമിക്കാം. അപ്പോൾ രാജശ്രീയുടെ നോവൽ സങ്കല്പം എന്താണ്? അത്രയധികം ഒരു വ്യത്യസ്തമായ സ്ഥലത്തിൻ്റെ, പ്രാചീന ഭാരതത്തിലെ ഒരു സ്ഥലത്തെ കേന്ദ്രീകരിച്ച് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞതുപോലെ വേറിട്ട ഒരു മനുഷ്യാവസ്ഥ തന്നെ ചിത്രീകരിക്കുകയാണ്. ആരും കാണാത്തത്, ആരും ചർച്ച ചെയ്യപ്പെടാത്തത്, അല്ലെങ്കിൽ അധികം ആരും കണ്ടിട്ടും കാണാതെ പോകുന്നത് കാണുക എന്നുള്ളതാണ് തൻ്റെ ശ്രമം എന്ന് രണ്ടാം വട്ടവും അവർ ബോധ്യപ്പെടുത്തുന്നു. അവരുടെ നോവൽ സങ്കല്പത്തെക്കുറിച്ചും സമകാലിക മലയാള നോവലിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെക്കുറിച്ചും നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നമസ്കാരം എല്ലാവർക്കും. ആദ്യം തന്നെ എൻ്റെ അധ്യാപകൻ കൂടിയായിട്ടുള്ള നോവലിസ്റ്റ് എൻ പ്രഭാകരൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നോവലുകൾ വായിക്കുന്നുണ്ട്. അപ്പം ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പം നമ്മുടെ ഒരു സങ്കല്പം അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ നോവലുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അവിടെയാണ് നമുക്കിവിടെ ഒരു പരിധിയുണ്ട്. പക്ഷെ ശരിക്കും നമ്മൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് മലയാളത്തിൽ നിന്നുള്ള നോവലുകൾ തമിഴിലേക്കും, തമിഴിൽ നിന്നുള്ളത് മലയാളത്തിലേക്കും, കന്നഡയിലേക്കും തെലുങ്കിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാത്തത് എന്ന് ഞങ്ങളുടെ എമ്മയുടെ ക്ലാസ് റൂമിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 20ഓളം വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഇങ്ങനെയൊരു അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിപ്രായത്തെ കൂടി മാനിച്ചുകൊണ്ടാണ് തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് ഒരിക്കൽ ഫണ്ടഡ് അല്ലാത്ത ഒരു സെമിനാർ നടത്തുന്നത്. അത് എടുത്തു പറയാൻ കാരണം UGCയുടെ ഒക്കെ ഫണ്ടിങ്ങിലൊക്കെ വരുന്ന, അല്ലെങ്കിൽ കോളേജ് എഡ്യൂക്കേഷൻ്റെ പ്ലാൻ ഫണ്ടിലൊക്കെ വരുന്ന സെമിനാറുകൾക്ക് അതിൻ്റെതായ സാങ്കേതികത കാണും, ഒരുപാട് വിലങ്ങുകൾ കാണും. അത്തരം വിലങ്ങുകളൊക്കെ മാറ്റിക്കൊണ്ടൊരു സെമിനാർ നടത്തുന്നത് തെന്നിന്ത്യൻ കഥാവായന എന്നുള്ള പേരിലാണ്. അപ്പോൾ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നുമുള്ള ഒരുപാട് എഴുത്തുകാർ വരികയും അവർ അവരുടേതായ ഭാഷയിൽ സംസാരിക്കുകയും, കുറേ പേര് ഇംഗ്ലീഷിൽ സംസാരിച്ചു, കുറേ പേര് അവരുടേതായിട്ടുള്ള ഭാഷയിൽ സംസാരിച്ചു, മലയാളത്തിലുള്ള എഴുത്തുകാർ അവരുടെ ഭാഷയിലും സംസാരിച്ചു.
അത് വളരെ ഭംഗിയുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം അവർ ഉൾക്കൊണ്ടു എന്നുള്ളതൊന്നും അന്നേരം ഞങ്ങളുടെ മുന്നിലൊരു പ്രശ്നമായിരുന്നില്ല. എന്നാലും അന്ന് ഒരു ഇത്തരത്തിലൊരു സംശയം ഉന്നയിച്ചവരുണ്ട്. എങ്ങനെയാണ് ഈ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെയുള്ള എഴുത്തുകാർ വന്ന് സംസാരിക്കുമ്പം, അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ തന്നെ എങ്ങനെയാണ് മലയാള വിഭാഗത്തിലെ കുട്ടികൾക്ക് അത് മനസ്സിലാവുക? പക്ഷെ അത് നല്ല അനുഭവമായിരുന്നു എന്ന് പിന്നീട് കുട്ടികൾ തന്നെ പറഞ്ഞു. അതായത് അങ്ങനെയാണ് ശരിക്കും നാലാംകുളി പോലത്തെ കഥകളൊക്കെ ഞങ്ങളുടെ സിലബസിലേക്ക് വരുന്നത്. അത്തരത്തിലൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വന്ന് ഇരിക്കുന്ന ഈ ഒരു അനുഭവത്തെ ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അനുഭവത്തിന് നന്ദി. പവിത്ര മാഷ് പറഞ്ഞു വെച്ചെടുത്തെന്ന് തുടരാം. അതായത് ദേശത്തെ, എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞാൻ നോവൽ തുടക്കമാണ്. ആദ്യത്തെ നോവല് കല്യാണി എന്നും ദാക്ഷാണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്നാണ് അതിൻ്റെ പേര്. രണ്ടാമത്തെ നോവൽ ഒരാഴ്ചയായിട്ടുള്ളൂ ഇറങ്ങിയിട്ട്, ആത്രേയകം. ഈ 2 നോവലുകളുടെ ഒരു അനുഭവ പരിചയം മാത്രമേ എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് എനിക്കുള്ളൂ. പക്ഷെ ഒരു സാഹിത്യ വിദ്യാർത്ഥിനി, ഗവേഷക, അധ്യാപിക എന്നുള്ള നിലയിൽ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളതും ഇന്ത്യൻ ഇതര ഭാഷകളിലുള്ള നോവലുകളെ കുറിച്ചുള്ളൊരു അക്കാഡമിക് പരിചയം കൂടിയുണ്ട്. അതിൻ്റെ ബലത്തിലായി എനിക്ക് സംസാരിക്കാനാവും ഈ ഒരു വേദിയിൽ. അപ്പോൾ പൊതുവെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വായനയുടെ ഒരു ഭാവുകത്വത്തെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമായതുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കാം ഈ കുറഞ്ഞ സമയപരിധിക്കകത്തെന്നാണ് കരുതുന്നത്. അപ്പോൾ വായനയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു നോവൽ വായിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു നോവലിൻ്റെ ക്വാളിറ്റി എന്നുള്ളതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്ന സമയമാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് FIUGP പ്രോഗ്രാം വന്നതോടുകൂടി നമ്മുടെ സിലബസുകളൊക്കെ മാറ്റേണ്ടി വരുന്നുണ്ട്. അപ്പം അതിനകത്തേക്ക് ഉൾപ്പെടുത്തേണ്ടി വരുന്ന നോവലുകൾ, പരിഗണനാർഹമായ നോവലുകൾ ഏതൊക്കെ നോവലുകൾ തള്ളണം. ഇപ്പോൾ നോവലിലെ തള്ളലും കൊള്ളലും എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ അധ്യാപകരുടെയും ഒരുപക്ഷെ അവരെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവരെ നിർമ്മിച്ചിട്ടുള്ള എഴുത്തുകാരുടെയും വായനക്കാരുടെയും നിരൂപകരുടെയും ഒക്കെ ഒരു സെൻസിബിലിറ്റി അതിനകത്ത് പ്രശ്നമാണ്. അപ്പം നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഏത് വിഷയത്തിനാണെങ്കിലും നമ്മൾ കലയുടെ കൈവഴിക്കാണോ അല്ല ആഖ്യാനത്തിൻ്റെ കൈവഴിക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? കാരണം എല്ലാ നോവലുകളും വായിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അപ്പം നമ്മൾ അതിനകത്ത് പ്രാതിനിധ്യ സ്വഭാവമുള്ള കുറച്ച് നോവലുകളാണ് കുട്ടികളുടെ മുന്നിലേക്ക് വയ്ക്കുക. അപ്പോൾ ശരിക്കും നമ്മൾ മലയാള നോവൽ ഇതാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ കുറച്ച് നോവലുകളുടെ സാമ്പിളുകൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ നോവൽ കൊടുക്കണം? അത് വലിയ പ്രശ്നമാണ് ഇപ്പോഴും. നമ്മുടെ പഴയ ഭാവുകത്വം വെച്ചിട്ട് നമ്മൾ ഇന്ദുലേഖ മുതൽ ഇങ്ങോട്ട് ആലോചിക്കും. അപ്പോഴും നമ്മൾ അവിടെ മിസ്പ്ലേസ് ആയി പോകുന്നൊരു സാധനം സരസ്വതി വിജയം എന്ന് പറയുന്ന നോവലാണ്. സരസ്വതി വിജയം നമ്മൾ സിലബസിൽ ഇടേണ്ടതല്ലേ, അത് കുട്ടികൾ പഠിക്കേണ്ടതല്ലേ, അത് വായിക്കേണ്ടതല്ലേ എന്ന് പറയുന്നൊരു സംശയം വരുമ്പം ഇന്ദുലേഖയെ മാറ്റിയിട്ട് മാത്രമേ സരസ്വതി വിജയം വെക്കാൻ പറ്റൂ. അത് വലിയൊരു പ്രശ്നമാണത്. അപ്പം നമ്മൾ തള്ളുന്നത് എന്താണ്, കൊള്ളുന്നത് എന്താണ്? സരസ്വതി വിജയത്തെ ഇനിയെങ്കിലും തള്ളാൻ പാടില്ല എന്നുണ്ട്. കാരണം ഉത്ഭവം മുതലേ തള്ളപ്പെട്ടൊരു സാധനമാണത്. പോത്തേരി കുഞ്ഞമ്പുവിന് ഒരു പ്രസ് ഉണ്ടായതുകൊണ്ട് മാത്രം അടിക്കപ്പെടുകയും സൂക്ഷിക്കപ്പെടുകയും ഇപ്പം നമ്മൾ കാണുകയും ചെയ്യുന്ന പുസ്തകമാണ് സരസ്വതി വിജയം. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകത്തിന് മലയാളത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ നിന്ന് അമ്പേ തള്ളപ്പെട്ട ഒരു പുസ്തകത്തെ സിലബസിൽ നമ്മൾ തള്ളണോ എന്ന് പറയുന്നൊരു ചോദ്യം വരും. അപ്പോൾ തള്ളുന്നത് ചന്തുമേനോനായിരിക്കും. ഈ ഒരു പ്രശ്നം വരും. നിങ്ങൾ ആരെയാണ് വായിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു നോവല് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ ഇതരമായിട്ടുള്ള സാംസ്കാരിക ഭൂമികകളിൽ നിന്ന് വരുന്ന നോവലുകളെ നമ്മൾ പരിചയപ്പെടുത്തണം. മലയാള നോവൽ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എന്താണ്? അപ്പം ഇതിന് ഉത്തരം കണ്ടെത്തുന്ന വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയിലാണ് ഇപ്പോൾ കേരളത്തിൽ അക്കാഡമിക് ലോകത്ത് കുറച്ച് പേരെങ്കിലും ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജനപ്രിയ നോവലുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന പുസ്തകങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് വലിയ എതിർപ്പുണ്ടാവും. അതായത് ഒരുപാട് വായിക്കപ്പെടുന്നു എന്നുള്ളത് പുസ്തകത്തിൻ്റെ എന്തോ പോരായ്മ കൊണ്ടാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വാദമുണ്ട്. ഞാൻ തന്നെ അത് കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. കാരണം ഏറ്റവും രസകരമായൊരു കാര്യം, ഞാൻ എന്നുള്ള അത് ഉപയോഗിക്കുന്നത് ക്ഷമിക്കണം. കാരണം ഒരു സാമ്പിൾ പറയുമ്പം അത് എൻ്റെ നോവലായി പോയതുകൊണ്ട് പറയേണ്ടി വരുന്നതാണ്. കേരളത്തിലുള്ള സിലബസുകളുടെ ഒക്കെ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കല്യാണി എന്ന് പറയുന്ന നോവൽ കാണും പല സ്ഥലത്തായിട്ട്. നല്ല രസമാണത്. പ്രാദേശിക നോവൽ എന്ന് പറയുന്ന കള്ളി അവിടെ ഉണ്ടാവും കല്യാണി. പ്രാദേശിക ചരിത്രം, പ്രാദേശിക ഭാഷ അവിടെ കാണും. ഒരു യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ ഇത് ജനപ്രിയ സാഹിത്യത്തിലാണുള്ളത്. അതിൽ കൂടെ ഉള്ളത് രാം കെയർ ഓഫ് ആനന്ദിയാണ് മറ്റൊരു ഇതിലുള്ളത്. വേറൊരു സ്ഥലത്ത് ജെൻഡറിൻ്റെ പേപ്പറിലാണ്, അതിൻ്റെ കൂടെ സാഹിത്യം പേപ്പർ തന്നെ വരുന്ന ജെൻഡർ സ്റ്റഡീസിലാണ് കല്യാണി കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി. അപ്പം ഈ നോവലിൻ്റെ സഞ്ചാരം അക്കാഡമിക് ലോകത്ത് ഏകദേശം ഇങ്ങനെയാണ്, വളഞ്ഞു പൊളഞ്ഞിട്ട്. പക്ഷെ ഇത് ഒരർത്ഥത്തിൽ
വായനയാണെന്ന് തന്നെ പറയാം. അതാണ് ആ നോവലിൻ്റെ അക്കാഡമിക് വായന. അതുകൊണ്ട് ഞാൻ സമാധാനിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാ നോവലുകളെയും അങ്ങനെ വെച്ച് നമുക്ക് കള്ളി തിരിച്ചിട്ട് ഒരു ഭാവുകത്വം നോക്കിയിട്ട് കള്ളി തിരിച്ച് നമ്മൾ നോവലുകളെ ഇട്ട് കഴിഞ്ഞാൽ വരാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അന്നേരം സ്വാഭാവികമായിട്ടും പിന്തള്ളപ്പെട്ടു പോകുന്ന നോവലുകൾ ഏതൊക്കെയാണെന്നുള്ളതും പിന്തള്ളപ്പെട്ടു പോകുന്ന എഴുത്തുകാരൊക്കെയാണെന്നുള്ളതും വളരെ പ്രധാനമാണ്. മലയാളത്തിലെ മികച്ച നോവലുകൾ ചിലപ്പോൾ ആൾക്കാർ കണ്ടില്ലെന്ന് വരും. ജ്ഞാനഭാരം പോലത്തെ ഒരു നോവൽ ഇറങ്ങുന്ന സമയത്ത് അതിനെ വായിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ അതിനെ വായിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നോവലുണ്ട് മലയാളത്തിൽ, അത് എവിടെയാണ് അതിനെ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവില്ലായ്മ ഇതിൻ്റെ ലക്ഷ്യ ഗ്രൂപ്പ് മുതൽ ഇതിൽ തീരുമാനം എടുക്കുന്ന ആൾക്കാർ വരെയും അവർക്കെല്ലാവർക്കും ഈ ഒരു സന്ദിഗ്ധതയുണ്ട്. ഒരു നോവലിനെ നമ്മൾ എവിടെയാണ് കൊണ്ടുവയ്ക്കേണ്ടത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ വായിക്കേണ്ടത്. അപ്പം ജെൻഡർ ആണെങ്കിൽ അത്തരത്തിൽ, അതായത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുണ്ട്. ഞങ്ങൾ അക്കാഡമിക് ലോകത്തുള്ളതുകൊണ്ട് കൃത്യമായി പറയും പരിസ്ഥിതി നോവലുകൾ ഇപ്പോൾ ഒരു 3-4 എണ്ണി പറഞ്ഞുതരാം. ജെൻഡർ പ്രതിപാദിക്കുന്ന നോവലുകൾ, കടൽ ജീവിതം പരിസ്ഥിതിയിലാണ് ഭാഷ വരിക. അപ്പൊ ഇത്തരത്തിലുള്ള ഏതാണ് നോവല്, നിങ്ങളുടെ പുതിയ നോവൽ, അത് പിന്നെ ട്രാൻസ്ജെൻഡർ ക്വയറിൽ വരുന്ന സാധനമാണ്. അപ്പൊ ഇങ്ങനെ ഇത്തരത്തില് കളങ്ങളിൽ ഇട്ടുകൊണ്ട് വായിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് നമ്മൾ എഴുത്തിനെ കുറിച്ചും വായനയെ കുറിച്ചും സംസാരിക്കേണ്ടി വരുന്നത് എന്നുള്ളത് കൊണ്ട് വളരെ അതിനകത്തൊരു സന്ദിഗ്ധതയുണ്ട്. അതായത് എങ്ങനെ വായിക്കണം, നോവൽ എങ്ങനെ വായിക്കണം എന്നുള്ളത് ക്ലാസ് റൂമുകളിൽ രൂപപ്പെട്ട ഒരു അനുശീലനം കൂടിയാണെന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്താണ് അധ്യാപകർക്ക് ഇവിടെ കാര്യം എന്ന് ചോദിച്ചാൽ, ചെറിയ ക്ലാസ്സിൽ അധ്യാപകർ നോവൽ നമ്മളെ പഠിപ്പിച്ച വിധം വളരെ പ്രധാനമാണ്. നോവൽ വായിപ്പിച്ച് തന്ന വിധം വളരെ പ്രധാനമാണ്. ഇങ്ങനെയാണെങ്കിൽ അതാ മക്കളെ മികച്ച ഒരു നോവൽ മലയാളത്തിലേത് എന്നാണ് നമ്മളോട് പറഞ്ഞത്. സ്വതന്ത്ര വായന പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ ക്ലാസ് മുറികളിൽ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അധ്യാപകരുടെ ഭാവുകത്വമാണ് നോവൽ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മളെ നയിച്ചിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞത് യൂണിവേഴ്സിറ്റി തലങ്ങളിലെങ്കിലും സ്വതന്ത്ര വായന എന്ന് പറയുന്നത് ഇപ്പോഴും കേരളത്തിലൊരു സങ്കല്പം മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾ, ചില ശരിതെറ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതൊക്കെയും ഇന്ത്യൻ വർത്തമാനകാല പരിസരത്ത് നിന്നുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്ന നോവലുകൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഈ ഭൂമികയിൽ ജീവിക്കുന്ന ഒരു ആളിൻ്റെ പ്രതികരണം എന്നുള്ള നിലയ്ക്ക്, സർഗാത്മകമായ പ്രതികരണം എന്നുള്ള നിലയ്ക്ക് വിലയിരുത്തപ്പെടേണ്ടതാണ്. നാം ജീവിക്കുന്ന ദേശത്തോടുള്ള ബന്ധം അത് അഭേദ്യമായ ഒന്നാണ്. ഏത് ജീവിയിലും അതുണ്ടാവും. അപ്പം അതിനെ ചിത്രീകരിക്കുക എന്നുള്ളത് ഒരു പ്രാഥമിക ബാധ്യതയാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 2 നോവലുകളിലും ദേശം ഒരു വലിയ ഘടകമാണ്. അതായത് സ്വന്തമായ ഒരു ദേശം ഉണ്ടായിരിക്കുമ്പോഴും അതില്ല എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ ലോകമെമ്പാടുമുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഒന്നുമല്ല അത് ലിംഗ പദവിയിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതാവാം, അല്ലെങ്കിൽ അവരുടെ വംശവുമായി ബന്ധപ്പെട്ടതാവാം, അല്ലെങ്കിൽ അവരുടെ ചരിത്രപരമായിട്ടുള്ള എന്തെങ്കിലും കാരണമാവാം അതിൻ്റെ പിന്നിൽ. അപ്പം അതുകൊണ്ട് അതെപ്പോഴും പ്രചോദിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ നിൽക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നോവൽ എഴുതുന്ന സമയത്ത് പരിഗണിക്കുന്നൊരു വിഷയം. അതുകൊണ്ടാണ് 2ാമത്തെ നോവലും അത്തരത്തിൽ തന്നെയുള്ള മറ്റൊരു തരത്തിലുള്ള അന്വേഷണമായി ചിട്ടപ്പെടുത്തിയത്. കൂടുതൽ ഇനി നമുക്ക് മൈക്ക് തിരിച്ചു വരുമെങ്കിൽ എന്തെങ്കിലും പറയാം. ലാൻസർ പറഞ്ഞതിൽ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഓർത്തത്, ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ മലയാളത്തിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ ഷിനിലാൽ ഒരു യൂണിവേഴ്സിറ്റി സിലബസിൻ്റെ ഒരു പകർപ്പിട്ടിട്ട് വിശദ പഠനത്തിന്, നേരത്തെ പറഞ്ഞ റാം കെയർ ഓഫ് ആനന്ദി തുടങ്ങിയ 2 കൃതികൾ, അധിക വായനക്ക് എന്ന് പറഞ്ഞിട്ട് ഷിനിലാലിൻ്റെ ഇതിലേതാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ വായിക്കുക എന്ന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം ഇട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരവധി കമൻറ്റുകൾ വന്നിരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥ മൊത്തത്തിലുണ്ട്. കാരണം ഈ ചരിത്രപരവും സാമൂഹ്യപരവും രാഷ്ട്രീയവും ഈ പറഞ്ഞ ദളിത് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉൾച്ചേർന്നിട്ടുള്ള വ്യത്യസ്തമായ പ്രമേയാന്തരീക്ഷമുള്ള ഒരു വലിയ സാഹിത്യ സമ്പർക്കത്തിൽ നിന്ന് പാഠപുസ്തകം എന്ന നിലയിൽ തിരഞ്ഞെടുക്കുമ്പോൾ പലതും വിട്ടുപോവുക, അത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ഇത് വായനയെ സ്വാധീനിക്കും. ഇപ്പം മലയാളത്തിൽ വളരെ പ്രധാനമായ ഒരു ചർച്ച നടക്കുന്നത് ഈ മലയാള ഭാഷയെക്കുറിച്ചും ഈ തെറ്റില്ലാത്ത മലയാളത്തെക്കുറിച്ചുമാണ്. അത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപർ നമ്മോടൊപ്പമുണ്ട്. അതിനകത്ത് കടന്നു വന്നിട്ടുള്ളൊരു വലിയ പ്രശ്നം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. നേരത്തെ ഇവിടെ ബംഗളൂരുവിലെ
ഭാഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ദീർഘകാലം പ്രവർത്തിക്കുന്ന ശ്രീ CP അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അക്ഷരം എന്ന് പറയുന്നൊരു പ്രസിദ്ധീകരണം ഇവിടുത്തെ ആളുകൾക്ക് മലയാളം പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയതിനെക്കുറിച്ച് ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് ഗംഭീരമാണത്. അത്തരം ഒരു ശ്രമം വാസ്തവത്തിൽ കേരളത്തിൽ ഇല്ലാത്തതിൻ്റെ കുഴപ്പം നമ്മുടെ എഴുത്തിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എഴുതാൻ അറിയില്ല എന്നുള്ളത് കുട്ടികളെ മോശം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പ്രൈമറി തലത്തിൽ അത് പഠിപ്പിക്കേണ്ട ബാധ്യത അധ്യാപകർക്കുണ്ട്. അധ്യാപകർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. ഇപ്പം പാഠപുസ്തകത്തോടൊപ്പം ഒരു പേജിൽ അക്ഷരമാല പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോഴങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുസ്തകത്തിൽ വരിക എന്നുള്ളതല്ല, അത് കൃത്യസമയത്ത് ആ കൃത്യപ്രായത്തിൽ ഇത് മനസ്സിൽ ഉറപ്പിച്ചു വെക്കാൻ പറ്റുന്ന തരത്തിൽ മലയാളമായാലും ഇംഗ്ലീഷായാലും ഹിന്ദി ഭാഷകളും ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഈ സാഹിത്യ അഭിരുചിയും സാഹിത്യ പരിചയവും നമ്മുടെ ക്ലാസ് മുറികളിൽ വളരെ നിർണായകമാണ്. പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഉടനീളം തുടരുക തന്നെ ചെയ്യും. ശ്രീ സോമൻ കടലൂരിൻ്റെ നോവൽ കടലിനെ ഏറ്റവും വലിയ തരത്തിൽ കടലാഴത്തെ കൃത്യമായിട്ട് ഉൾക്കൊണ്ട് ചിരുകണ്ഠൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ പറഞ്ഞ കടൽ ഒരു പരിസ്ഥിതി വിഷയമാണ്. അപ്പോൾ ആ നിലയിൽ മനുഷ്യപ്രകൃതിയെയും ഭൂപ്രകൃതിയെയും അന്വയിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമവും ആ മേഖലയിലെ ഭാഷയും സംസ്കാരവും ഈ കടലുമായി ബന്ധപ്പെട്ട തിരമാലകൾക്ക് എന്തെല്ലാം പേരുകൾ, മത്സ്യങ്ങളുടെ പേരുകൾ മാത്രമല്ല, അവിടെ വരുന്ന ഏറ്റയിറക്കങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ വളരെ സമഗ്രമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു നോവലിൻ്റെ കർത്താവ് കൂടിയാണ് ശ്രീ സോമൻ. കവിയും ചിത്രകാരനും ഫോക്ലോറിസ്റ്റുമാണ്. താങ്കളുടെ കാഴ്ചപ്പാടിൽ എന്താണ് നോവൽ? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. 2 വർഷം മുമ്പ് ബാംഗ്ലൂരിൽ ഒരു പരിപാടിക്ക് വന്ന സമയത്ത് ചന്ദ്രശേഖര കമ്പാറെ, പ്രിയപ്പെട്ട സുധാരേട്ടൻ എന്നെ പരിചയപ്പെടുന്നതിനും അദ്ദേഹം പറഞ്ഞത് ഇത് മലയാളത്തിൽ എഴുതുന്ന ഒരാളാണ് എന്നെ കൊണ്ട്. അപ്പം കമ്പാർ ഉടനെ പറഞ്ഞത്, നിങ്ങൾ മലയാളത്തിലെ എഴുത്തുകാർ വിദേശത്ത് നോക്കുന്ന ആളല്ലേ, ഫ്രാങ്ക്ഫർട്ടിലും അതുപോലെ യൂറോപ്യൻ രാജ്യത്തൊക്കെ എന്ത് നടക്കുന്നതെന്ന് വിചാരിക്കുന്ന ആളല്ലേ എന്നാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കന്നഡയിൽ നോക്കിയിട്ടുണ്ട് ഇവിടെ എന്താ നടക്കുന്നത്? എപ്പോഴെങ്കിലും തമിഴിൽ നോക്കിയിട്ടുണ്ടോ? എപ്പോഴും തെലുങ്കിൽ നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. കാരണം ഈ ചെയ്തത് മുഴുവൻ എന്താണ് എൻ്റെ തലയ്ക്ക് വലിയല്ല വീഴുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഖരസൂര്യൻ വായിച്ച സമയത്ത് ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഇതുപോലത്തെ ആധുനിക സന്ദർഭത്തിൽ ഇതുപോലത്തെ ഫോക്ലോറ് ഇത്ര സമഞ്ജസമായി പുതിയ കാലത്ത് മനുഷ്യൻ്റെ ആസുരതകളൊക്കെ അത്ര മനോഹരമായിട്ടാണ് പാരമ്പര്യം കൊണ്ടും ആധുനികത കൊണ്ടും അദ്ദേഹം ആവിഷ്കരിച്ചത്. പറവ പോലത്തെ ഒരു നോവല് അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിച്ചു. മലയാളത്തിൽ അത്തരത്തിൽ കുറച്ച് കൃതികളൊക്കെ ഉണ്ട്, അതിനൊക്കെ എത്രയോ മേലെ നിൽക്കുന്ന കൃതിയാണ് മഹാഭാരതത്തെ നമ്പി. അപ്പം കന്നഡയിൽ തമിഴിൽ നടക്കുന്നൊന്നും അറിയാതെ നമ്മളങ്ങ് ചിന്തിക്കുന്ന ആളല്ലേ എന്ന് ഒരു വളരെ കുറ്റബോധത്തോടു കൂടി. അതുകൊണ്ട് നേരത്തെ സുഭാഷ് ചന്ദ്രനോട് സൂചിപ്പിച്ചതുപോലെ അതിരുകളൊക്കെ മായണം. ഭാഷയൊന്നും ഒരു പ്രശ്നമല്ല, മറിച്ച് സാഹിത്യത്തിൻ്റെ ഭൂമിക്കടിയിൽ ഇരാൻകുട്ടി ഭാഷ കവിതയുണ്ട്. വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ. കുറേ കാലം ഇങ്ങനെ അകന്ന് നിൽക്കുന്നു. അതുകൊണ്ട് ഈ സാഹിത്യ ഗംഭീരമായ ഉജ്ജ്വലമായ ഈ സാഹിത്യ പരിപാടി, ബ്രഹ്മ ബുക്സിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ് സത്യത്തിൽ എന്താ വെച്ചാൽ ഞാനിവിടെ അസ്ഥാനത്തിട്ട ചോദ്യം ചിഹ്നം പോലെയാണോ എന്ന് ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ച്. കാരണം ഞാൻ ചെറിയ കവിത ചെയ്യുന്ന ഒരാൾ, അത്യാവശ്യം ചിത്രം വരയ്ക്കുന്ന ഒരാൾ, കാലക്കേടിൻ്റെ ഒരു നോവൽ എഴുതിക്കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ലിറ്ററേച്ചറിനെ കുറിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വായിച്ച ഏറ്റവും മനോഹരമായ കോട്ടിങ്സ്, ലിറ്ററേച്ചർ ടേക്സ് അസ് അവേ ഫ്രം അവർ കോമൺ റിയാലിറ്റി ആൻഡ് ബ്രിങ് ബാക്ക് എൻറിച്ച്ഡ് വിത്ത് ന്യൂ സെൻസിബിലിറ്റി. ലിറ്ററേച്ചർ ടേക്സ് അസ് അവേ ഫ്രം അവർ ഡേ ടു ഡേ റിയാലിറ്റി. നമ്മുടെ സാധാരണ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരു നോവൽ, ഒരു കഥ, ഒരു കവിത ഒരൊറ്റ കൊണ്ടുവെക്കണം. അതിൻ്റെ വായനയ്ക്ക് ശേഷം ആൻഡ് ബ്രിങ് ബാക്ക് എൻറിച്ച്ഡ് വിത്ത് ന്യൂ സെൻസിബിലിറ്റി. പുതിയ ഭാവുകത്വമായി, പുതിയ ഉണർവായി, പുതിയ തെളിച്ചമായി, പുതിയ തീർച്ചയായി പുതിയ മനുഷ്യനായി നമ്മളെ മാറ്റുന്നില്ലെങ്കിൽ വേസ്റ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം അതുപോലെ അനന്യസാധാരണമല്ലാത്ത, ഞാൻ 15 വർഷം മുമ്പ് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപനമായിട്ട് അതിൻ്റെ കോർഡിനേറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇംഗ്ലീഷിൻ്റെ അധ്യാപനമായിട്ട് ഒരാൾ പറഞ്ഞത്, സോമാഷ് നിങ്ങൾ ഫിക്ഷൻ എഴുതിയിട്ടുണ്ടോ? ഞാൻ ആ ചോദ്യം കേട്ടുമ്പോൾ പേടിച്ചു പോയിട്ടുണ്ട്. കാരണം ഫിക്ഷനൊക്കെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ മനുഷ്യന്മാർക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ എപ്പോഴെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ
നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു കഥ പറയലൊന്നുമില്ല. കഥ ആർക്കും പറയാം, നാട്ടിൽ നിന്നൊക്കെ കഥ കിട്ടും. പക്ഷെ ഇതുവരെ അനുഭവിക്കാത്തൊരു ഭൂമണ്ഡലത്തെ, ഇതുവരെ വരാത്ത ഒരു ആശയത്തെ, ഇതുവരാത്ത സാഹിത്യം തൊടാത്ത ഒരു മണ്ഡലത്തെ ആവിഷ്കരിക്കുന്നതിനാണ്, അത് ഭാഷയിൽ ആവിഷ്കരിക്കുന്നതിനാണ് അത് സാഹിത്യമായിട്ട് വരിക. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ അങ്ങനെ ഒരു സംരംഭത്തിൽ സമയത്ത് ഇദ്ദേഹത്തിനെയാണ് ഞാൻ ഓർമ്മിച്ചത്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഓർമ്മിച്ചത്. അതുകൊണ്ട് ഈ സാഹിത്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പൂരിപ്പിക്കുന്നതായിരിക്കണം, നമ്മൾ മാറ്റുന്നതായിരിക്കും. കഴിഞ്ഞ കൊല്ലം എഴുതിയ ആളോ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ എഴുതിയോ ഒരു കഥ കൊണ്ടോ അല്ലെങ്കിൽ ഒരു രീതി കൊണ്ടോ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. മലയാളത്തിലെ സമകാലിക നോവലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു കാര്യം മാത്രം, കാരണം കൂടുതൽ സംസാരിക്കാൻ നേരമില്ല, ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് നമ്മുടെ ചരിത്രത്തെ അഗാധമാക്കുന്നുണ്ട് കണ്ടംപററി മലയാള നോവലാണ്. കൂടുതൽ എനിക്ക് അറിയാവുന്നുണ്ട്. അതുകൊണ്ട് മലയാള നോവൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. കാരണം ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെ ചരിത്രം മാത്രമാണ്, ടോപ്പ് ടു ബോട്ടമാണ്. മേലെ നിന്ന് താഴോട്ടാണ് ചരിത്രം നോക്കുന്നത്. നമ്മൾ ഒരിടത്തും മനുഷ്യന്മാർ ചരിത്രത്തിലില്ല. 550 കിലോമീറ്റർ നീണ്ടുക്കുന്ന കടലോരം കേരളത്തിലുണ്ടായിരുന്നു. കടലോരത്ത് മനുഷ്യന് ചരിത്രമില്ല. സാമൂഹിക ചരിത്രമുണ്ട്, കുഞ്ഞാലിമരക്കാർക്ക് ചരിത്രമുണ്ട്, പോർച്ചുഗീസുകാർക്ക് ചരിത്രമുണ്ട്. ഈ 550 കിലോമീറ്റർ നീണ്ടുന്ന കടലോരത്തെ മനുഷ്യന്മാർ എവിടുന്ന് വന്നു? അവരുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു? അവരുടെ കുടുംബ ബന്ധങ്ങൾ എന്തായിരുന്നു? അവരുടെ ലോകവീക്ഷണം എന്തായിരുന്നു? പ്രകൃതിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുള്ള അനുഭവം എന്തായിരുന്നു? ഒരൊറ്റ ചരിത്രത്തിലും കിട്ടില്ല. ചരിത്ര സെമിനാർ ചോദിച്ചാൽ നമ്മൾ ചരിത്രകാരന്മാർ മൗനമാണ്. അപ്പോൾ ഈ നിശബ്ദമാക്കപ്പെട്ട വിസിബിൾ അല്ലാത്ത കടലോരത്തിന് ചരിത്രമില്ല, വയലോരത്തിന് ചരിത്രമില്ല, കടലോരത്തിന് ചരിത്രമില്ല. ചരിത്രമില്ലാതെ പോയ മനുഷ്യന്മാര് പ്രതികാര ബുദ്ധിയോടുകൂടി മലയാള നോവലിലേക്ക് കടന്നു വരുന്നതിൻ്റെ ചരിത്രമാണ് കഴിഞ്ഞ 25 വർഷത്തെ മലയാളത്തെ നോവലിൻ്റെ ഒരു അടര്, ഒരു ലെയർ എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രദീപം പാമ്പരിക്കുന്നതിൻ്റെ എരി എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അയാൾ വായിച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അതേ ആകെ ഒരു നോവൽ എഴുതിയിട്ടുള്ളൂ. അകാലത്തിൽ അന്തരിച്ച പൊലിഞ്ഞുപോയ പ്രിയപ്പെട്ട സൈദ്ധാന്തികനും ദളിത് ചിന്തകനൊക്കെ ആയിട്ടുള്ള പ്രദീപൻ. ആ പ്രദീപന്റെ നോവലിൽ വരുന്നത് വെച്ചാൽ എരി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഈ സ്വാതന്ത്ര്യ സമരം, നവോത്ഥാന പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് വലിയ മൂവ്മെന്റും ഏതെങ്കിലും കുറെ കൊളോസസ് പോലത്തെ മനുഷ്യന്മാർ ചെയ്തതല്ലത്. ഓരോ ഗ്രാമത്തിലും ചരിത്രമുണ്ട്, ഓരോ ഗ്രാമത്തിലും മനുഷ്യരുണ്ട്, അവർക്ക് സ്വപ്നങ്ങളുണ്ട്, അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എഴുതുമ്പോൾ ഞാൻ സർവകലാശാലയൊക്കെ പലപ്പോഴും കഴിഞ്ഞ ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ ഒരു സെമിനാർ പോയ സമയത്ത് ആ കുട്ടികളോട് പറഞ്ഞ്, നിങ്ങൾ ഇതുവരെ സ്പർശിക്കാത്തൊരു കാര്യം എന്താ വെച്ചാൽ, എന്താണ് കേരളത്തിൻ്റെ ചരിത്രം? കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രമാണ് ശ്രീധരമേനോൻ എഴുതിയാണ്, പി കെ ഗോപാലകൃഷ്ണൻ എഴുതിയാണ്, രാജഗുരുക്കൾ എഴുതിയാണ്, രാഘവാരി എഴുതിയാണ്. കേരളത്തിൻ്റെ യഥാർത്ഥ സാംസ്കാരിക ചരിത്രം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഈ നോവലിസ്റ്റുകളാണ്. അതുകൊണ്ടാണ് ആരാം പി സ്തന്ത്രർ വലിയ ചരിത്ര പണ്ഡിതൻ പറഞ്ഞത്, നിങ്ങൾ ചരിത്രം എന്ന് പറഞ്ഞ് പുല്ലരിയുന്നവരോട് ചോദിക്കൂ, ബീഡിപ്പണിക്കാരോട് ചോദിക്കൂ, കടൽ തൊഴിലാളികളോട് ചോദിക്കൂ, ആദിവാസികളോട് ചോദിച്ചു, ആ ജീവിതം രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ രേഖപ്പെടുത്തപ്പെടാതെ പോയ ഒരുപാട് അനുഭവം, നമ്മൾ അങ്ങ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നോവലുകളൊക്കെ പരിശോധിച്ചാൽ കിട്ടുന്ന ഒരുപാട് മരക്കാപ്പിലെ തെയ്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു നോവലിൽ കമ്പല്ലൂർ കടപ്പുറത്തിന്റെ 5 സെന്റ് സ്ഥലത്തിന് വേണ്ടി ഉമ്പിച്ചി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ നടത്തുന്ന പോരാട്ടമാണ്. പക്ഷെ ആ പോരാട്ടം മാത്രമല്ലത്. കഴിഞ്ഞ 30 കൊല്ലത്തിനിടയിൽ ഞാൻ വായിച്ച ഏറ്റവും മനോഹരമായ നോവലുകളിൽ ഒന്നാണ് അംബിക സുധമാങ്ങാടിന്റെ മരക്കാപ്പിലെ തെയ്യങ്ങൾ. ഇപ്പൊ അദ്ദേഹത്തിന്റെ അല്ലോഹലം ഇറങ്ങുമ്പോൾ നീലേശ്വരൻ രാജാവ്, അല്ലോഹലം എന്ന് പറഞ്ഞ രാജാവിന് ചരിത്രത്തിലേക്ക് കാണൂല, അദ്ദേഹം ജാതിക്കെതിരെ നടത്തിയ പോരാട്ടം കാണൂല. അതുകൊണ്ട് നോവലിൽ വരുന്ന സമയത്ത് ചരിത്രത്തെ അഗാധമാക്കുന്നു, പ്രചരിതമാക്കുന്നു, പ്രചണ്ഡമാക്കി തീർന്നു, അത് ലൈവാക്കി നിർത്തുന്നു, അത് ഏറ്റവും പ്രഹരശേഷിയോടെ നിൽക്കുന്നു. നിങ്ങൾ കണ്ടതല്ല ചരിത്രം, ഭരണകൂടത്തിൻ്റെതല്ല ചരിത്രം, സാധാരണ മനുഷ്യൻ്റെതാണ്. കൾച്ചർ ഈസ് കോമൺ എന്ന് വലിയ സൈദ്ധാന്തികരൊക്കെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ആവിഷ്കാരമാണ് നമ്മൾ. അതുകൊണ്ട് ദേശത്തെ എഴുതുമ്പോൾ ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ നോവലിൽ തച്ചനക്കര എന്ന് പറയുന്ന ഒരു ദേശം നമ്മൾ ഏത് ചരിത്രത്തിലാണ് കാണുന്നത്? അവിടെയുള്ള മനുഷ്യന്മാരുടെ പ്രവർത്തനം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? കല്യാണി ദാക്ഷിണിയിൽ ആവിഷ്കരിക്കപ്പെട്ട ദേശം, സ്ത്രീകളുടെ ഒരു ദേശം, അത് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? അതുപോലെ സാറാ ജോസഫിന്റെ കൃതികൾ, ഈ ദരിദ്ര ക്രിസ്ത്യൻ കുടുംബാന്തരീക്ഷത്തിലെ സ്ത്രീകളുടെ അവസ്ഥ, അവിടെ ദേശങ്ങൾ, അതുപോലെ തീവ്ര രേഖകൾ എന്ന് പറഞ്ഞ കൃതിയിൽ എൻ പ്രകാരം ദേശത്തെ വീണ്ടെടുക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് തച്ചങ്കുന്ന് സ്വരൂപത്തിൽ UK കുമാരൻ അതിൽ അടയാളം വെക്കുന്ന ഒരു ചടങ്ങുണ്ട്. നമുക്ക് ഒരു ചരിത്രത്തിൽ അത് കാണൂല. SK വസന്ത മാസ്റ്റർ ചരിത്രം നിഘണ്ടുവിൽ അത് കാണൂല, ഒരിടത്തും കാണൂല. അടയാളം വെക്കുന്ന ഒരു ചടങ്ങ് നമുക്കറിയണമെങ്കിൽ തച്ചങ്കുന്ന് സ്വരൂപം വായിച്ചു നോക്കണം. അത് കേരളത്തിൽ നടന്നല്ലേ, ജാതി കുളങ്ങളെ കുറിച്ച്. അതുകൊണ്ട് നമ്മുടെ രാഘവൻ അത്തോളിയുടെ ചോരപ്പരിശുദ്ധ നോവൽ വായിക്കുന്ന സമയത്താണ് അത് റെപ്രസെന്റ് ചെയ്യാണ്.
ഉജല്യ എന്ന് പറയുന്ന ലക്ഷ്മൺ ഗെയ്ക്വാദിന്റെ നോവൽ എഴുതിയില്ലായിരുന്നെങ്കിൽ കള്ളർ എന്നൊരു വംശം ഈ ഭൂമിയിലുണ്ടോ എന്ന് പറയാം. നമ്മുടെ ഭാവനാ ഭൂപടത്തെ സമ്പന്നമാക്കുകയാണ്. അങ്ങനെ സ്ത്രീ ജീവിതത്തെ പരിസ്ഥിതി എന്ന് ഒറ്റ വാക്കിലൊന്നും ഇത് പറയാനാവില്ല. കാരണം ഒരു നോവൽ എന്ന് പറയുന്നത് പലതിനോടും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, പല രീതിയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബാല്യം എന്ന് പറയുന്നത് MTയുടെ ബാല്യം മാത്രമല്ല, ആദിവാസി കുഞ്ഞുങ്ങളുടെ ബാല്യമാണ്, മുസ്ലിങ്ങളുടെ ബാല്യമാണ്, ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ബാല്യമാണ്, കടലോരത്തെ കുഞ്ഞുങ്ങളുടെ ബാല്യമാണ്. എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നീ ഏത് കടപ്പുറത്താണ് വരുന്നത്? 8ാം ക്ലാസ്സിൽ. കടപ്പുറം നല്ല അമാന്യമായ സ്ഥലമാണ്. ഇന്നും നമ്മുടെ എന്താണ് സാഹിത്യത്തിലെ കടൽ ഇരമ്പിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ചോ, ഒരാൾ കാസർഗോഡ് തലവെച്ച് തിരുവനന്തപുരത്ത് കാല് വെക്കുന്നു, അത് തെറ്റാണെങ്കിൽ തിരുവനന്തപുരത്ത് തലവെക്കുന്നു, കാസർഗോഡ് കാല് വെക്കുന്നു. ഒരു പുറം മുഴുവൻ അലയടിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഈ കടലാണ്. എന്തുകൊണ്ടാണ് കടൽ തുളുമ്പോ? അതിന് കാരണം നമുക്ക് കടൽ എന്തോ ഒരു അമാന്യമായ ഒരു സ്ഥലരാശിയാണ്. അതുകൊണ്ട് കഥ പറയലല്ല ഒരു നോവൽ എന്ന് വിചാരിക്കുന്നവരാണ്. അതിന് ഏറ്റവും വലിയ കലാരൂപത്തിലേക്ക് പോകലല്ല നോവൽ എന്ന് പറഞ്ഞത്. മറിച്ച് അവസാനത്തെ മനുഷ്യന്റെ കണ്ണീരിനോടൊപ്പം നിൽക്കുക, അവസാനത്തെ മനുഷ്യനെ ചേർത്ത് നിൽക്കുക. ഒരുപക്ഷെ നമുക്ക് അവാർഡൊന്നും കിട്ടൂല, ഒരുപക്ഷെ സിലബസിൽ വരൂല. പക്ഷെ അങ്ങനെ ഒരാൾ, എങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു തൊട്ട് കാണിക്കുന്ന കൃതികൾ, ഉദാഹരണം പറയുന്നത് ഒരുപാട് ഉദാഹരണം പറയാം. അന്തകാരനെയുള്ള ഒരു നോവലില് നമ്മൾ ആലോചിച്ച നമ്മളെ മറന്നുപോയ ചരിത്രത്തെ അതിങ്ങനെ തോറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്താ പറയുക, കാണാതെ പോയ, ഇല്ലാതായി പോയ ചരിത്രത്തിൽ ഇപ്പം ജയമോഹന്റെ നോവൽ വെച്ച് ഞാൻ പഠിപ്പിക്കുന്ന ഒരു +2 അധ്യാപനം. ഞാൻ പഠിപ്പിക്കുന്ന ഇത്രയും കാലം 23 വയസ്സിൽ തുടങ്ങിയാണ്. പക്ഷേ ഈ നോവൽ വായിച്ചതിന് ശേഷം 5 അധ്യായമുള്ള ഈ നോവൽ വായിച്ചതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് അത് വായിക്കുന്ന സമയത്ത് ഞാൻ ഹൈസ്കൂൾ അധ്യാപനം. അത് പിറ്റേന്ന് എനിക്ക് ക്ലാസ് എടുക്കാനായില്ല. ഞാൻ ഈ മക്കളോട് പറഞ്ഞു, മക്കളെ ഞാൻ ഇന്ന് ക്ലാസ് ഇല്ല. എനിക്ക് വലിയ സന്തോഷമായി. ഞാനൊരു കഥ പറയുന്നത് ഏറ്റവും ചുരുക്കത്തിൽ ധർമ്മപാലനെ പറഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങുന്ന 8 കുട്ടികൾ, സാർ ആ പുസ്തകം ഞാൻ തരുമോ? ഞാൻ വിചാരിച്ചു എന്നോട് പേടിച്ചിട്ടായിരിക്കുമല്ലോ. അപ്പം ഞാൻ 40 കോപ്പി, കാരണം അതിന് കോപ്പി റൈറ്റ് ഇല്ല, കോപ്പി ലെഫ്റ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തകമാണ് കോപ്പി ലെഫ്റ്റ്. ആർക്കും അച്ചടിക്കാം. എൻ്റെ നാട്ടിലെ കുറേ കലാസമിതിക്കാർ അച്ചടിച്ച് വിറ്റിട്ടുണ്ട്. ആ പുസ്തകം 40 കോപ്പിയുമായി ഈ കുഞ്ഞു മക്കൾ കൊടുത്തു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ മനുഷ്യനാക്കി മാറ്റുന്നതിൻ്റെ ബൈബിളാണിത്. അവർ വായിച്ചു. ഇപ്പോഴും എന്നെ കാണുന്ന സമയത്ത് ഡോക്ടറായ, എഞ്ചിനീയറായ പല വിദ്യാർത്ഥികളും 100 സിംഹാസനം ഇപ്പോഴും ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് വെച്ചാൽ 40 അധ്യായമൊന്നും വേണ്ട, മറിച്ച് എന്താണ് 4 അധ്യായം കൊണ്ട് തന്നെ അമ്പരപ്പിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് മനുഷ്യനെ വീണ്ടെടുക്കുന്ന, അവനോടൊപ്പം നിൽക്കുന്ന, അവസാനത്തെ മനുഷ്യനോടൊപ്പം നിൽക്കുന്നതിൻ്റെ പേരാണ് ഗാന്ധിജിയൊക്കെ അങ്ങനെ ദ ലാസ്റ്റ് മാൻ, അൺ ടു ദ ലാസ്റ്റ്, അവസാനത്തെ മനുഷ്യൻ. ആ മനുഷ്യനെ കാണാതായപ്പോൾ ഒരു സാഹിത്യത്തിനോട് ഇങ്ങനെ ഒരു ബാല്യമുണ്ട്. അല്ലാതെ നമ്മളീ കാണുന്ന കാവും കുളവും കൊച്ചമ്പണിയും പട്ടാളത്തിൽ പോയി വരിച്ച ഗോവിന്ദേട്ടനും ഇതൊന്നുമല്ല മലയാള സാഹിത്യം. എന്താണ് ഇങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രശ്നം പറഞ്ഞാൽ നമുക്ക് തീരില്ല, സൈബർ ലോകത്തിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ എന്താണ് ഒരേ ധാരയിലൂടെ ഒഴുകിയ മലയാള സാഹിത്യം പടർപ്പിലേക്ക് പോകുന്ന. അതുകൊണ്ടാണ് ഒരു അക്കാഡമി അവാർഡൊക്കെ വരുന്നതിന് ഏത് നോവലിന് കൊടുക്കണമെന്ന് മനസ്സിലാകുന്നില്ല. കാരണം 10 നോവലുകൾ, കാരണം അത് തന്നെ അനീതിയാണ്. ഒരു 5 നോവൽ വെച്ചിട്ട് ഇതിലേതാ നല്ലതെന്ന് എങ്ങനെയാ പറയുക? കാരണം ഓരോന്നും എന്താണ് മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന നോവലുകളാണ്. അതെല്ലാം സന്തോഷം. നന്ദി. ഇത്ര നേരം എൻ്റെ വാക്കുകൾ ശ്രമിച്ചത്, എന്നെ സഹിച്ചതിന്, എന്നെ സ്നേഹിച്ചത് നന്ദി. നമസ്കാരം. ഈ ചർച്ചയെ നിർണായകമാക്കുക എന്നൊരു സന്ദർഭത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സമയം വളരെ പ്രധാനവുമാണ്. നോവൽ എന്ന സാഹിത്യ കലയിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന 3 എഴുത്തുകാരാണ് നമ്മോടൊപ്പം ഉള്ളത്. പിന്നെ ആർക്കെങ്കിലും ഇവരോട് സംവദിക്കാനുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഇവരുടെ വിശദീകരണമാവുമ്പോഴും നമുക്ക് സമയം തീരും. രാഷ്ട്രീയോട് ഒരു സംശയമുണ്ട്. നിങ്ങൾ ഈ ട്രാൻസ്ലേഷൻ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ തെലുങ്കിലും കന്നഡത്തിലും തമിഴിലും മലയാളത്തിലേക്ക് എന്താ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു ചോദ്യം അല്ലെങ്കിൽ സംശയം ചോദിക്കുന്നത്, മലയാളത്തിലത് മിക്കവാറും ഈ തകളി തുടങ്ങി ഇന്നത്തെ മീരാനോട് ആർച്ചാർ വരെ എല്ലാം തമിഴിൽ വന്നിട്ടുണ്ട്, മിക്കവാറും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ടും അങ്ങോട്ട് തമിഴിൽ നിന്ന് മലയാളത്തിൽ വളരെ 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 ചുരുക്കത്തിൽ തന്നെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? വേറെ ആരോടാണ് നമ്മൾ ചോദിക്കാൻ പറ്റും? എഴുത്തുകാരോടല്ലേ? ഇതന്നെയാണ് നേരത്തെ മുതലേ ഞാൻ ഇവിടെ പറഞ്ഞത്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നോവൽ ചരിത്രത്തിൽ നമ്മൾ ആദ്യം തന്നെ എടുക്കുമ്പം വിവർത്തന നോവലുകൾ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും.
അത് യൂറോപ്യൻ നോവലുകൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നതിനെ കുറിച്ച്, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണമായിരിക്കും. തിരിച്ചും ഉണ്ടാവും. പക്ഷേ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ബംഗാളി നോവലുകളാണ് മലയാളത്തിൽ വിവർത്തന നോവലുകൾ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തിലൊരു വലിയ പ്രധാന ഭാഗം ബംഗാളി നോവലുകളാണ്. തമിഴിൽ നിന്നുള്ള നോവലുകളെക്കാൾ കൂടുതൽ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഭുജങ്കയ്യൻ്റെ ദശാവതാരങ്ങൾ കന്നഡയിൽ നിന്ന് വരുന്ന സമയത്ത് അതൊരു വലിയ വികാരമായിരുന്നു. ആ സമയത്ത് പാവത്താൻ വരുന്നു, ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. തമിഴിൽ നിന്ന് ജയകാന്തൻ്റെ നോവലുകൾ വരുന്നു, പാമയുടെ നോവലുകൾ വരുന്നു. അപ്പം അങ്ങനെ വരുമ്പം ഇപ്പം ഈ ഒരു ഘട്ടത്തിൽ ഒരു കാരണവശാലും ഞാനിത് നേരത്തെ ഉണ്ടായിട്ടുള്ള യൂറോപ്യൻ നോവലുകളുടെ ട്രാൻസ്ലേഷനുകളോട് ഒത്തു നിൽക്കുന്നുണ്ടെന്ന് പറയുകയല്ല. അങ്ങനെയില്ല, അത് സംഭവം ശരിയാണ്. അത് മലയാളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടും കൂടി ആവും എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് വിവർത്തനം എന്ന് പറയുന്നത് എന്താ ശരിക്കും അത് ഇത് മറ്റൊരു ഭാഷ തള്ളിക്കളയല്ല, അതൊരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. സ്വാഭാവികമായിട്ടും വൈദേശിക നോവലുകളോടുള്ള താല്പര്യം അത് രക്തത്തിലുള്ളൊരു സാധനം. എനിക്ക് തോന്നുന്നൊരു കൊളോണിയൽ ആയിട്ടുള്ളൊരു അടിമത്ത മനോഭാവം കുറെ കൂടി ഉള്ള ഒരു ജനതയാണ് കേരളത്തിൻ്റേത്. അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് എപ്പോഴും തമിഴിനോട് വലിയ കടപ്പാടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ധാരയെ സമ്പൂർണമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്ന ഇപ്പോഴും നമ്മളൊരു ഏകശിലാദേശീയതയെ വളരെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്ന ജനതയാണ് തമിഴ്. അപ്പോൾ അതിൻ്റെ പിടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് നൽകിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിലാണ് മലയാളം ഉള്ളത്. അപ്പോൾ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഈ ആറ്റിറ്റ്യൂഡെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭാഷാധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഒരു നിരീക്ഷണമാണ്. ഈ ഞങ്ങളുടെ ഗ്രാമർ പുസ്തകം, അടിസ്ഥാന ഗ്രാമർ പുസ്തകം കേരളപാണിനീയം, അതിൽ മലയാളം എങ്ങനെയാണ് തമിഴിൽ നിന്ന് വേറിടുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കഷൻ നടക്കുന്നത്. എങ്ങനെയാണ് തമിഴിൽ നിന്ന് വേറിട്ട് മലയാളം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആ ഒരു വേറിടൽ എന്ന് പറയുന്നൊരു കാര്യത്തിലേക്കാണ് ഊന്നൽ പോയിട്ടുള്ളത്. ഇതൊരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ഒരു കാലത്തുള്ള ഭാഷാ ഗവേഷകരും നിരൂപകരും ഒക്കെ ഊന്നിയിരുന്ന ഈ ഒരു നിലപാടുണ്ടല്ലോ, ആ ഒരു നിലപാട് നമ്മുടെ വായനയെ, നമ്മുടെ എഴുത്തിനെ, ഭാവുകത്വത്തെ, മലയാളത്തിൻ്റെ നിയന്ത്രിച്ചിട്ടുണ്ട്. ട്രാൻസ്ലേഷനിലും അത് വന്നു പോയതായിരിക്കാം, അതാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. ശരിക്കും തിരുത്തേണ്ട സമയമായിട്ടുണ്ട്. തമിഴിൽ നിന്നും മലയാളത്തിലേക്കും, അതായത് ഈ ഒരു ദക്ഷിണേന്ത്യൻ എഴുത്ത് സംസ്കാരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുകയും അതിൻ്റെ വശങ്ങളെ, അതായത് എല്ലാ വശങ്ങളെയും നമ്മൾ ഏറ്റവും സർഗാത്മകമായിട്ട് സമീപിക്കുകയുമാണെന്ന് തന്നെയാണ് അക്കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം. അതിനനുബന്ധമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടെ, ഇപ്പോൾ ആലോചിച്ചപ്പോൾ തോന്നിയതാണ്. മലയാളി തമിഴിനെ അണ്ണാച്ചി എന്നാണ് വിളിക്കാറ് പണ്ട് പോലെ. അണ്ണനോടുകൂടി ഒരു ജി ചേർത്താണ് അണ്ണാച്ചി ആവുന്നത്. ശരിക്കും ഒരു ബഹുമാന സൂചകമായിട്ടാണ് ആവിർഭവിച്ചെങ്കിലും പിന്നീട് അണ്ണാച്ചി എന്നുള്ള വാക്ക് മലയാളിയോളം ഇല്ലാത്ത ഒന്നിനെ സൂചിപ്പിക്കുന്ന പോലെ ആയിപ്പോയിട്ടുണ്ട് നമ്മുടെ ഭാഷയിൽ. അതായത് നമ്മൾ ഏറിയ കൂടും തമിഴിനോട് കടപ്പെട്ട ഒരു ഭാഷാ സംസ്കാരം തന്നെയാണ് മലയാളം എന്നറിയാം. ഇപ്പോൾ വലിയ ഭക്ഷണശാലകളിലോ അല്ലെങ്കിൽ വിവാഹ സൽക്കാരങ്ങളിലോ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് തരും. അത് സിട്രിക് ആസിഡിൻ്റെ രാസ സംയുക്തങ്ങൾ ചേർത്തിട്ടുള്ള ഒന്നായിരിക്കും. അതിൽ നാരങ്ങയുടെ കണ്ടന്റ് ഇല്ലെന്ന് ആ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും. അത് നമ്മൾ സ്വീകരണ പാനീയമായിട്ട് കുടിക്കുകയും അത് ഭക്ഷണം കഴിച്ച് എച്ചിൽ കൈ കഴുകാൻ വേണ്ടി ഒറിജിനൽ നാരങ്ങയെ മുറിച്ചത് ബൗളിൽ ചൂടുവെള്ളത്തിൽ തരും. അപ്പോൾ ആ നാരങ്ങ നമ്മൾ നമുക്ക് ചിരിയിരിക്കും, അത് ഒറിജിനൽ നാരങ്ങ, പക്ഷേ എച്ചിൽ കൈ കഴുകാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ തമിഴ് എന്ന് പറയുന്ന ആ മധുര നാരങ്ങ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിലും നമുക്ക് ഈ വെൽക്കം ഡ്രിങ്കുകളോടാണ് താല്പര്യം. അതാണ് നമ്മൾ ആഘോഷമായിട്ട് കരുതുന്നത്. താങ്കൾ പറഞ്ഞ പോലെ ആ ഉള്ളിലെ ചെറുനാരങ്ങയെ നമ്മൾ തിരിച്ചറിയുന്നില്ല, അതിൻ്റെ രാസ കൂട്ടുകളെ നമ്മൾ മാനിക്കുകയും ചെയ്യുന്നു, അത് കേമത്തമാണെന്ന് ആഘോഷിക്കുകയും ചെയ്യും. അതാണ് പ്രശ്നം. ഒരേ ഒരു കാര്യം സദസ്സിൽ പറയണം. എൻ്റെ ഗുരുനാഥനും മലയാളത്തിലെ പ്രമുഖ ക്രിട്ടിക്കുമായ PK ബാലകൃഷ്ണൻ നോവൽ സിദ്ധിയും സാധനയും ഒരു കൃതി എഴുതി. ആ കൃതി ഈ കൊല്ലം തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്, എഴുതി 65 കൊല്ലത്തിന് ശേഷം തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒന്ന് വളരെയേറെ വായിക്കപ്പെടുന്ന ഒരു കൃതിയാണ്. ഇത്തരം ഒരു ചർച്ചയിൽ എവിടെയെങ്കിലും ബാലകൃഷ്ണൻ്റെ പേരും വരേണ്ടതാണ് എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. വാസ്തവമാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലും പ്ലൂട്ടോ, പ്രിയപ്പെട്ട പ്ലൂട്ടോ ഓർമ്മിക്കുന്നു. നോവൽ സിദ്ധിയും സാധനയും മലയാളത്തിലെ മികച്ച നിരൂപണ കൃതി തന്നെയാണ്. ഈ സമീപകാലത്ത് നമ്മുടെ കന്നഡ, തമിഴ് എഴുത്തിൽ നിന്ന് ധാരാളം കഥകളും നോവലുകൾ, ഇപ്പം വിവേക് ഷാൻബാഗിൻ്റെ 2 കൃതികളാണ് മലയാളത്തിൽ വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാജർ കോജർ, ഒരു വശത്ത് കട. മികച്ച വായനാനുഭവമായിട്ടാണ് മലയാളികൾ സ്വീകരിച്ചിട്ടുള്ളത്. ശ്രീ ജയമോഹൻ്റെ
സിംഹാസനങ്ങളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മിണ്ടാച്ചെന്നായി ഉൾപ്പെടെയുള്ള കൃതികളെല്ലാം മലയാളികൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഈ ആദാനപ്രദാനങ്ങൾ ഇന്ത്യക്കകത്ത് വലുതായി നടക്കുന്നില്ല എന്നുള്ളതൊരു പരിമിതി തന്നെയാണ്. നേരത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ രാജശ്രീ സൂചിപ്പിച്ചതുപോലെ ബംഗാളി കൃതികളുടെ പരിഭാഷകൾ ധാരാളം തുടരെ വരാറുണ്ടായിരുന്നു. ഇപ്പോഴും വിവർത്തനത്തെ ഈ ഇന്ത്യയിലെ മറ്റു ഭാഷകളെ അങ്ങേയറ്റം ആദരവോടെ സ്വീകരിക്കുന്നവർ തന്നെയാണ് മലയാളികൾ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച എവിടെയോ വന്ന കൊളോണിയൽ പ്രശ്നങ്ങൾ ഈ വിദേശ നോവലുകളോട് പ്രിയമുണ്ടാവുകയും പാമുക്ക് മലയാളത്തിലെ എഴുത്തുകാരനായി രൂപാന്തരപ്പെടുകയും ഒക്കെ ചെയ്തു പോയിട്ടുണ്ട്. അദ്ദേഹം വലിയ എഴുത്തുകാരൻ തന്നെയാണ്. സമയം പരിമിതമാണ്. അതുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ചർച്ചകളിൽ 1 മണിക്കൂർ നേരത്തെ ചർച്ചകളിലൊന്നും നമുക്കൊരു വിഷയവും പൂർണ്ണമായി കൊണ്ടുവരാൻ പറ്റില്ല. പ്രത്യേകിച്ചും 3 എഴുത്തുകാരുടെ ഒരു പാനലിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഹാളിന് വെളിയിലും നമുക്ക് മലയാള നോവലിൻ്റെ സമകാലിക മുഖത്തെക്കുറിച്ചും പുതിയ പ്രമേയങ്ങളെക്കുറിച്ചും ആവിഷ്കാരങ്ങളെക്കുറിച്ചും ചർച്ചകൾ തുടരുക തന്നെ ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സമയം നമുക്ക് വളരെ കുറവായതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ സെഷൻ ഇവിടെ വളരെ അബ്രപ്റ്റായിട്ട് നിന്നു പോകുന്നതെന്നാണ് നമുക്ക് തോന്നുന്നുണ്ട്. അത്രയധികം ഫലപ്രദമായിരുന്നു ചർച്ചകളെല്ലാം തന്നെ. ഈ പങ്കെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരായ സുഭാഷ് ചന്ദ്രൻ, രാജശ്രീ, സോമൻ കടലൂർ, പവിത്രൻ മാഷ്, എല്ലാവർക്കും ബുക്ക് ബ്രഹ്മയുടെ പേരിൽ എൻ്റെ സ്വന്തം പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ഓഡിയൻസിലും ജയമോഹനും സച്ചിദാനന്ദ മാഷൊക്കെ ഇരിക്കുന്നുണ്ടെന്നുള്ളത്, സന്തോഷ് കുമാർ, ബെന്യാമിൻ എല്ലാവരും നമ്മുടെ ഓഡിയൻസിലുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ഒരു വലിയ ഇതിൻ്റെ തിളക്കം വർദ്ധിപ്പിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം തന്നെ ചെറുകഥയെക്കുറിച്ചുള്ള സെഷൻ മണ്ഡപ എന്ന അവിടെ നടക്കുകയാണ്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് അവിടെ വെച്ച് കാണാൻ നമുക്ക് എല്ലാവർക്കും നന്ദി.